റമദാനിലെ ഇഫ്താർ സംഗമങ്ങൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം സൗഹൃദ സംഗമങ്ങളാണ്. പ്രവാസ ലോകത്ത് എവിടെയും കാണാം ഇത്തരം സൗഹൃദ സംഗമങ്ങൾ. ഞാനിപ്പോൾ ഉള്ള ജിദ്ദയിൽ നടക്കുന്ന ഒരു ഇഫ്താർ സംഗമത്തിലാണ്. ഇതിന് ഒരു വിശിഷ്ട രണ്ട് അതിഥികൾ എത്തിയിട്ടുണ്ട്. ഒന്ന് പ്രിയപ്പെട്ട രാഹുൽ ഈശ്വറും അതോടൊപ്പം തന്നെ പ്രഭാഷകനും പണ്ഡിതനുമായ സിംസാറുൽ ഹക്ക് ഹുദവിയും. രാഹുൽ ഈശ്വർ ആദ്യമായിട്ടാണ് സൗദിയിൽ എത്തുന്നത്, അതും ഒരു ഇഫ്താർ സംഗമത്തിന് വേണ്ടിയാണ്. രാഹുൽ എങ്ങനെ കാണുന്നു ഇങ്ങനെയുള്ള ഒരു സംഗമങ്ങളെ? അങ്ങ് പറഞ്ഞതുപോലെ ഇഫ്താർ സംഗമങ്ങളെല്ലാം സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വലിയ ഒരുമയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ നാടിൻ്റെ കഥ ഇതാണ്, ഒരുമയുടെയും ഐക്യത്തിൻ്റെയും. പ്രവാസി സമൂഹമാണ് കേരളത്തെ പല കാര്യത്തിലും താങ്ങി നിർത്തുന്നത് നമുക്കറിയാം. സാംസ്കാരികമായും സൗഹാർദ്ദപരമായും കൂടി അത് ഒരു ഉന്നതമായ തലത്തിലേക്ക് എത്തിക്കുന്നതാണ് ഇഫ്താർ സംഗമങ്ങൾ. ആദ്യമായിട്ടാണ് സൗദിയിൽ എത്താൻ എനിക്ക് ഭാഗ്യം ലഭിച്ചത്. ഇത് വലിയൊരു അനുഗ്രഹമായി കാണും. ഉസ്താദ് എങ്ങനെ പറയുന്നു? തീർച്ചയായും പ്രവാസ ലോകത്തുള്ള ആളുകൾ ഏറെക്കുറെ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് നാടിനെക്കുറിച്ചാണ്. ഇത്തരം സംഗമങ്ങളിലൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്ന ചർച്ചകൾ നമ്മുടെ നാടിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, എങ്ങനെയൊക്കെ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കാം, ചാരിറ്റി പ്രവർത്തനങ്ങളുടെയൊക്കെ വലിയ ഒരു ചാലകശക്തി എന്നത് ഇതുപോലെയുള്ള സംഗമങ്ങളാണ്. ഇവിടെ നാനാജാതിക്കാരായ ആളുകൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ചിന്തകൾ വെക്കുന്ന വളരെ മനോഹരമായ കാഴ്ചകളാണ് ഗൾഫിൽ ഉടനീളം. പ്രത്യേകിച്ച് ഇപ്പോൾ ജിദ്ദയിൽ നമ്മൾ ഇന്ന് അനുഭവിച്ച നമ്മുടെ ഈ ഹൈഫൈയുടെ പ്രോഗ്രാം അടക്കം. കേരള സ്റ്റോറി 2 തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇത് കേരളത്തിലെ സാമൂഹിക ഒരു ചുറ്റുപാടിനെ ഏത് തരത്തിലാണ് അത് ബാധിക്കുക? ഹൈക്കോടതിയുടെ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിൻ്റെ വിധിയായിരുന്നു ശരിയെന്നാണ് നല്ലൊരു ശതമാനം മലയാളികളും വിശ്വസിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതുപോലത്തുള്ള സംഗമങ്ങളാണ് യഥാർത്ഥ കേരള സ്റ്റോറി. മാത്രമല്ല, കേരള സ്റ്റോറി 2 വന്നതുകൊണ്ട് ഒരു കാര്യം വ്യക്തമായി. ഇതിനെതിരെ ആദ്യം കോടതിയിൽ പോയത് ശ്രീദേവ് നമ്പൂതിരി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. രണ്ടാമത് പോയത് ഫ്രെഡി ഫ്രാൻസിസ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ നമ്മുടെ കേരള സമൂഹത്തെയും അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെയും വ്യത്യസ്ത സമൂഹങ്ങൾ തമ്മിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെയും എതിർത്തു തോൽപ്പിക്കാൻ മലയാളികൾ ഒരുമിച്ചാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. ഞാൻ ദേശീയ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയിൽ പങ്കെടുത്തപ്പം പറഞ്ഞു, ഇതുകൊണ്ടാണ് നമ്മൾ കേരളം നമ്പർ 1 ആണെന്ന് പറയുന്നത്, ഇതുകൊണ്ടാണ് നമ്മൾ മലയാളിയുടെ എന്ന് പറയുന്നത്. കാരണം സഹോദര സമുദായങ്ങൾക്ക് അവരെ അപകീർത്തിപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ അവരെ അധിക്ഷേപിക്കുമ്പോൾ അവരെക്കാൾ മുമ്പ് മറ്റൊരു സമൂഹത്തിലെ സഹോദര സമുദായത്തിലെ ആൾക്കാരാണ് വരുന്നത്. ഒരുപക്ഷെ സിനിമകളെ കോടതിയുടെ ടെക്നിക്കാലിറ്റി ആയിരിക്കാം, കോടതി സാങ്കേതികമായിട്ട് നോക്കിയതായിരിക്കാം. പക്ഷേ സാങ്കേതികതയ്ക്കപ്പുറം മലയാളി സമൂഹം ആ വിഷലിപ്തമായ പ്രൊപ്പഗാൻഡ റിജക്റ്റ് ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു ദേശീയ അവാർഡ് എന്നതിനപ്പുറത്ത് എന്തെങ്കിലും ഒരു ചലനം ഇത് ഉണ്ടാക്കും തോന്നുന്നുണ്ടോ? അല്ല, ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാലേ അതിൻ്റെ ഒരു കൗതുകം ഒരു കാര്യം പറയാം. കേരള സ്റ്റോറി 1 മോശമായിരുന്നു. പക്ഷേ കേരള സ്റ്റോറി 1ൻ്റെ ഡയറക്ടർ ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞത് വാട്സപ്പ് ഫോർവേഡുകളുടെ പേരിൽ സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ വളരെ നിലവാരം കുറഞ്ഞ, സത്യത്തിൻ്റെ കണിക പോലും ഇല്ലാത്ത ഈ വാക്ക് ഉപയോഗിക്കുന്നതിന് ക്ഷമിക്കുക, ഈ അർബൻ നാസികളുടെ പ്രൊപ്പഗാൻഡ പോലെ ഈ ഹിറ്റ്ലറിനും ഗീബൽസിനും പോലും നാണം തോന്നുന്ന രീതിയിലുള്ള പ്രൊപ്പഗാൻഡ വരുമ്പോൾ അത് ശരിയല്ല. നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം എല്ലാവർക്കും ഇടയിലുണ്ടാവും. പക്ഷേ ഒരു വെളിയിൽ നിന്നൊരാൾ വന്ന് നമ്മുടെ സമൂഹത്തെ അധിക്ഷേപിക്കുമ്പോൾ മലയാളികൾ ഒരുമിച്ച് നിൽക്കണം. ഇന്ത്യയെ തന്നെ നോക്കിയാൽ ഏറ്റവും എഡ്യൂക്കേറ്റഡ് സ്റ്റേറ്റ് ഏതാണ്? കേരളമാണ്. ഏറ്റവും സൗഹാർദ്ദമുള്ള സ്ഥലം ഏതാണ്? കേരളമാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യക്ക് മാത്രമല്ല വിദേശ രാജ്യങ്ങൾക്ക് പോലും കേരളം മാതൃകയാണ്. അപ്പം നമ്മുടെ സംസ്ഥാനം ഇങ്ങനെ കരിവാരത്തേക്കുന്നതിനെ നമ്മൾ മലയാളികൾ ശക്തിയുക്തം എതിർക്കണം. അത് ആ എതിർപ്പിൻ്റെ സ്വരം ദേശീയ തലത്തിൽ നമ്മൾ എത്തിക്കാൻ കഴിയണം. മറ്റൊരു കാര്യം, കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. ശബരിമല ഈ തെരഞ്ഞെടുപ്പിന് എത്രമാത്രം സ്വാധീനിക്കും? ശബരിമല ഒരു ഫാക്ടർ ആകുമെന്നാണ് തോന്നുന്നത്. വേറൊന്നും കൊണ്ടല്ല. ഇപ്പോൾ തന്ത്രിയുടെ അറസ്റ്റ്, അന്യായമായ അറസ്റ്റ് ആകട്ടെ, ശബരിമല വിഷയമാകട്ടെ, സുപ്രീം കോടതിയുടെ 9 അംഗ ബെഞ്ചിൻ്റെ വിധിന്യായമാകട്ടെ, അല്ലെങ്കിൽ അതിലേക്ക് പോകുന്ന ഹിയറിംഗ് ആകട്ടെ, അത് ചലനങ്ങൾ ഉണ്ടാക്കും. പക്ഷേ ഞാൻ ഈ ചലനങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഞാൻ ഈ ശബരിമലയുടെ കാര്യം തന്നെ പറയും. ശബരിമലയിൽ കോടിക്കണക്കിന് ഹിന്ദു വിശ്വാസികൾ പോകുമ്പോൾ അയ്യപ്പൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ, ജൻസിയുടെ ഭാഷയിൽ ബഡി അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഇസ്ലാമിക സമൂഹത്തിൽപ്പെട്ട വാവർ എന്നൊരു വ്യക്തിയും ഇവരുടെ മറ്റൊരു സുഹൃത്തുണ്ട് വെളുത്ത എന്നാണ്. അദ്ദേഹം ആർത്തുങ്കൽ ആലപ്പുഴ ക്രിസ്ത്യൻ പള്ളിയിലെ ഒരു പുരോഹിതനാണ്. അപ്പം ഈ ഐക്യത്തോടു കൂടി നിന്ന് വിശ്വാസത്തെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയണം. അവിടെയാണ് അതിൻ്റെ ആ ബാലൻസ്. നമുക്ക് ഐക്യം വേണം, സാമുദായിക ഐക്യം വേണം, എന്നാൽ വിശ്വാസങ്ങൾ നിലനിൽക്കുകയും വേണം. അതുകൊണ്ടൊരു ക്രിട്ടിക്കൽ ഫാക്ടേഴ്സിൽ ഒന്നായി ശബരിമല വിഷയം മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. താങ്ക് യു വെരി മച്ച്. ഏതായാലും എന്താണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പ്രവാസികൾ അവരുടെ ഇഫ്താർ സംഗമങ്ങളിലൂടെ തെളിയിക്കുകയാണ് രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ. ജിദ്ദയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24.